ആരാധനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ CS മുരളി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സലീംകുമാർ മാഷിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അത് വലിയ രീതിയിലുള്ള സങ്കീർണമായിട്ടുള്ള ചിന്താപരവും സാമൂഹികവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ, വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തി സംസാരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ അടിത്തട്ട് സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന മനുഷ്യർ നടത്തിയിട്ടുള്ള ബൗദ്ധികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അസാമാന്യവും അതുല്യവുമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് KM സലീംകുമാർ എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നമ്മുടെ സമൂഹത്തെയും വ്യക്തിയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ജനാധിപത്യം എന്ന് പറയുന്നൊരാശയത്താൽ പരിവർത്തിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ബുദ്ധിജീവി എന്ന നിലയിൽ ഏതൊരു മനുഷ്യർക്കും, ബുദ്ധിജീവി എന്ന പരമ്പരാഗത അർത്ഥത്തിലല്ല, ബൗദ്ധിക സാമൂഹിക മേഖലകളിൽ ഇടപെടുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ സാമൂഹ്യ ജീവിതം, അവരുടെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സലീംകുമാർ മാഷിൻ്റെ ബൗദ്ധിക രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ ഏത് രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള നിരന്തരമായ ഒരു അന്വേഷണമായിരുന്നു. ജനാധിപത്യത്തെ ഏത് രീതിയിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ മനസ്സിലാക്കണമെന്നും, ജനാധിപത്യത്തെ ഏത് രീതിയിൽ സമൂഹത്തെയും വ്യക്തിയെയും ഭരണകൂടത്തെയും ജനാധിപത്യവൽക്കരിക്കുന്ന പ്രക്രിയയിലെ ചിന്താപരവും പ്രായോഗികവുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള നിരന്തരമായ സംവാദമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പം ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ മുൻനിർത്തി ചില വിഷയങ്ങൾ ചുരുക്കത്തിൽ സംസാരിക്കാമെന്നാണ് ഈ പ്രഭാഷണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നത്, കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ സമൂഹ രൂപത്തെക്കുറിച്ച് ശ്രീ സലീംകുമാർ അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ മനസ്സിലാക്കിയെന്നും ആ മനസ്സിലാക്കലിലൂടെ ഈ സമൂഹത്തെ ജനാധിപത്യപരമായി എങ്ങനെ പരിവർത്തിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അസമത്വബദ്ധമായൊരു സാമൂഹ്യ ക്രമം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രക്രിയയിൽ അത് സമൂഹത്തിലെ സ്ഥാപനപരവും സമൂഹത്തിലെ ആശയപരവും ആയിട്ടുള്ള ഘടകങ്ങളുമായി ഇഴചേർന്ന് ബന്ധപ്പെട്ട് ചരിത്രപരമായി വികസിച്ചു വരികയും അതൊരു മേൽക്കീഴ് വ്യവസ്ഥയായി വളർന്നു വന്ന ചരിത്ര പ്രക്രിയയെ പരിവർത്തനാത്മകമായിട്ടുള്ള പല രീതിയിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങൾ വളർന്നു വന്നപ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മേൽക്കീഴ് ബന്ധങ്ങളെ ചരിത്രപരമായ പ്രക്രിയയിൽ തുടരുകയും അത് അനസ്യൂതമായി ഇന്നും നിലനിൽക്കുന്ന ഒരു ചരിത്ര ജീവിതമാണ് യഥാർത്ഥത്തിൽ കേരളം ഉൾപ്പെടുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡ പ്രദേശത്ത് നിലനിൽക്കുന്നതാണ്. ഈ സമൂഹ രൂപത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ സലീംകുമാർ ഉൾപ്പെടെയുള്ള ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ബൗദ്ധിക വ്യക്തിത്വങ്ങൾ അഭിമുഖീകരിച്ച സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളതാണ്. അതിനെ വർഗപരമായി സമീപിക്കണോ, അതിനെ ജാതീയവുമായി സമീപിക്കണോ, അല്ലെങ്കിൽ ഇതിനെ രണ്ടും കൂടി മനസ്സിലാക്കുന്ന ഇതിൻ്റെ വൈവിധ്യവും സങ്കീർണവുമായിട്ടുള്ള തലങ്ങളെ അഴിച്ച് മനസ്സിലാക്കി അതിനെ മാറ്റം വരുത്തുവാനുള്ള പ്രായോഗിക രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നതിന് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇവരുടെ രാഷ്ട്രീയ ബൗദ്ധിക ജീവിതം മൂർച്ചയേറിയതും കർക്കശവുമായി തീരുന്നതെന്നുള്ളതാണ്
ഒരു പ്രധാനപ്പെട്ട കാര്യം. വർഗവും ജാതിയും തമ്മിലുള്ള ഈ സാമൂഹിക അല്ലെങ്കിൽ സമ്പദ്ക്രമത്തിലും സാമൂഹ്യ ജീവിതത്തിലും എങ്ങനെ ഇടപെടുന്നു എന്ന കാര്യത്തിൽ ഇവിടെ CS മുരളി സൂചിപ്പിച്ചതുപോലെ അത് വർഗമാണോ ജാതിയാണോ പ്രധാനപ്പെട്ട പ്രൈം ക്വസ്റ്റ്യൻ എന്ന് പറയും. പ്രൈമറി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രൈം ക്വസ്റ്റ്യൻ ജാതിയാണോ വർഗമാണോ പ്രധാനം എന്നുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ചർച്ചകളെല്ലാം സമൂഹത്തിലെ അക്കാഡമിഷ്യന്മാരും പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ദീർഘകാലത്തെ ഇപ്പോഴും തുടരുന്നൊരു ചർച്ചയാണ്. സലീംകുമാറിൻ്റെ സമീപനം ആദ്യകാല സമീപനം സൂചിപ്പിച്ചത് ഇതൊരു വർഗ പ്രശ്നമായിരുന്നു, ജാതി എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ വെച്ച് പുലർത്തിയൊരു ധാരണ. അക്കാലത്ത് അതായിരുന്നു ആ ധാരണയുടെ പ്രധാനപ്പെട്ട സങ്കല്പനാപരമായും വിശകലനപരവുമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് വർഗമാണ് ആഗോളതലത്തിൽ മനുഷ്യരെ അടിച്ചമർത്തുന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട നിലയിൽ വർഗമാണെന്നും വർഗത്തിൻ്റെ പരിവർത്തനാത്മകമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഭാഗമായി മറ്റ് തലത്തിലുള്ള എല്ലാ അടിച്ചമർത്തൽ രൂപങ്ങളും സ്വാഭാവികമായി മാറ്റത്തിന് വിധേയമാകുകയും അങ്ങനെ മാറുന്ന പരിസ്ഥിതിക്കനുസരിച്ച് സമൂഹത്തിൽ കൊള്ളരുതായ്മകളായി നിൽക്കുന്ന, സമൂഹത്തിലെ അനീതികളായി നിൽക്കുന്ന മറ്റ് ഘടകങ്ങളും ഇല്ലാതായി പോകുമെന്നുള്ള ധാരണയാണ് പരമ്പരാഗതമായി പൊതുവെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരു കാലം വരെ വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷേ ജാതി എന്ന് പറയുന്നത് വർഗപരമായി അതിപ്പോൾ പിന്നെ ഈ മുതലാളിത്ത വർഗമോ അല്ലെങ്കിൽ തൊഴിലാളി വർഗമോ അല്ലെങ്കിൽ നിസ്വരായ വർഗവും സമ്പന്നരായ വർഗവും ഏത് വർഗമാണെങ്കിൽ തന്നെയും വർഗത്തിനുള്ളിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്ന ഒരു സാമൂഹികവും ആശയപരവുമായിട്ടുള്ളൊരു ശക്തി എപ്പോഴും ജാതി അതിൻ്റെ ചരിത്ര രൂപീകരണ പ്രക്രിയയിൽ ജാതിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ. ആ മനസ്സിലാക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ സലീംകുമാറിൻ്റെ ബൗദ്ധിക ജീവിതത്തിൻ്റെ മാറ്റം സാധ്യമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പുകളുടെ ഇടയിൽ തന്നെ വലിയ സൈദ്ധാന്തികമായ ചർച്ചയായി വരുന്നു. ഇവിടെ സൂചിപ്പിച്ച അധസ്ഥിത നവോത്ഥാന മുന്നണിയെ പോലെയുള്ള കൂട്ടായ്മകൾ, അതിൽ ഗൗരവമായ സങ്കീർണമായ ചർച്ചകൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ വളരെ സങ്കീർണമായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാതിയെയും വർഗത്തെയും മുൻനിർത്തി ആലോചിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്താണ്, അതിനെ സ്വഭാവവൽക്കരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനപരമായ നേച്ചർ എന്താണ് എന്നുള്ള തലത്തിൽ വരുമ്പോഴാണ് നിങ്ങൾ വർഗമാണോ പ്രധാനം അല്ലെങ്കിൽ ജാതിയാണോ പ്രധാനം അല്ലെങ്കിൽ രണ്ടും കൂടി നിൽക്കുന്ന ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഇൻ്റർ കണക്ഷനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യൻ സമൂഹം ഒരു അസമത്വബദ്ധമായ സമൂഹമാണ്. എല്ലാ സമൂഹങ്ങളും അസമത്വമുണ്ട്, ഇന്ത്യൻ സമൂഹത്തിലും അസമത്വമുണ്ട്. പക്ഷേ അസമത്വത്തിൻ്റെ സവിശേഷമായ ഇന്ത്യൻ അവസ്ഥ എന്ന് പറയുന്നത് തരംതിരിച്ച അസമത്വം എന്ന് അംബേദ്കറൊക്കെ വിശദീകരിച്ച പോലെ മേൽക്കീഴ് ബന്ധങ്ങൾ അസമത്വബദ്ധമായിട്ടും തരംതിരിച്ച അസമത്വബദ്ധമായിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ ഉള്ളിൽ മേൽക്കോയ്മയും കീഴായ്മയും കീഴാളപ്പെടലും കീഴായ്മയായി നിൽക്കുന്ന അവസ്ഥയെ അതിസങ്കീർണമായിട്ടുള്ള തട്ടുവിധാനങ്ങളിലൂടെ നിലനിർത്തുന്ന ഒരു ആശയാധികാര വ്യവസ്ഥയും അതിനനുസൃതമായിട്ടുള്ള പിന്നെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ക്രമങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ വിശകലനം ചെയ്യുവാൻ വേണ്ടി വർഗവും ജാതിയും അല്ലെങ്കിൽ എത്നിസിറ്റിയും ഉൾപ്പെടുന്ന ഒരു വിശകലന പദ്ധതി, ഒരു വിശകലന രീതി, ഒരു മെത്തഡോളജിക്കലായിട്ടുള്ള ഒരു സങ്കല്പനം എങ്ങനെ നിരൂപിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു ഈ സലീംകുമാറിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയിൽ ജനാധിപത്യത്തെ അഭിമുഖീകരിക്കാതെ നിങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് യഥാർത്ഥത്തിൽ ഇദ്ദേഹമൊക്കെ എത്തിച്ചേരുന്നത്. അതായത് ജനാധിപത്യത്തെ മുൻനിർത്തി മാത്രമേ അസമത്വബദ്ധമായൊരു സാമൂഹ്യക്രമത്തെ മനസ്സിലാക്കണമെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ജനാധിപത്യം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ജനാധിപത്യത്തെ മുൻനിർത്തി മാത്രമേ അങ്ങനെ ഒരു സങ്കല്പത്തെ തന്നെ നിരൂപിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ള ധാരണയിലാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ ജനാധിപത്യം എന്ന് പറയുന്ന വളരെ ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു ജനാധിപത്യം, അതിനെ ഞാൻ ഇഗാലിറ്റേറിയൻ ഡെമോക്രസി എന്നാണ് ഞാൻ പറയുന്നത്. വെറും ഡെമോക്രസി അല്ല, ഇഗാലിറ്റേറിയൻ ഡെമോക്രസി. അതായത് തുല്യതയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ
സ്ഥാപിച്ചെടുക്കുവാൻ, നിരൂപിച്ചെടുക്കുവാൻ, സമൂഹത്തെ പുനഃസംഘടിപ്പിക്കുവാനുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾക്ക് ആവശ്യമായ സൈദ്ധാന്തികമായ പദ്ധതികളെ നിരൂപിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന്. അതിന് ചില വിശകലന സംവർഗങ്ങളെ നിരൂപിച്ചെടുക്കണം. വിശകലന സംവർഗങ്ങളെ നിരൂപിച്ചെടുക്കുകയും ചില മനസ്സിലാക്കൽ രീതികളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ 19 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക രാഷ്ട്രീയ ജീവിതത്തിൽ പരന്നു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വന്നപ്പോൾ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അസമത്വബദ്ധമായിട്ടുള്ളൊരു സാമൂഹ്യക്രമത്തിൽ ചരിത്രപരമായി നിലനിൽക്കുന്ന അധികാരബന്ധങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളതാണ്. ഭരണകൂടം എന്ന് സാധാരണ പരമ്പരാഗതമായി നമ്മൾ പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ഭരണകൂടങ്ങൾ പ്രാചീന മധ്യകാലങ്ങൾ, ആധുനിക കാലഘട്ടത്തിൽ, കൊളോണിയൽ കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും നിലനിന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുകയും ഭരണകൂടം എങ്ങനെയാണ് സാമൂഹ്യ ബന്ധങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥകളെയും അടിസ്ഥാനപരമായി നിശ്ചയിച്ചും നിലനിർത്തിയിരിക്കുന്നത് എന്താണെന്നും ആ ഭരണകൂടത്തെ ജനാധിപത്യപരമായി പരിവർത്തിപ്പിക്കുവാൻ ഭരണകൂടത്തിലുള്ള പ്രാതിനിധ്യത്തെ എങ്ങനെ രാഷ്ട്രീയമയമായി പ്രായോഗികവൽക്കരിക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ ജനാധിപത്യ ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ജനാധിപത്യ ചിന്തയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഭരണകൂടത്തെ ജനാധിപത്യപരമായി പരിവർത്തിപ്പിക്കുന്ന ഒരു ജനാധിപത്യ സങ്കല്പത്തിൽ പ്രാതിനിധ്യവും ജനാധിപത്യവും തമ്മിലുള്ള മൗലികമായിട്ടുള്ള അഭിമുഖീകരണങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇത് വികസിച്ചു വരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന, അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്ന ആരാണ് അദ്ദേഹം. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഇടതുപക്ഷക്കാരായ ആളുകൾ, സോഷ്യലിസ്റ്റുകൾ, മറ്റ് ജനാധിപത്യ ചിന്തകർ ഉൾപ്പെടെയുള്ള വളരെ സങ്കീർണവും വൈവിധ്യപൂർണവുമായിട്ടുള്ള നിലപാടെടുത്തിരുന്ന മനുഷ്യരെല്ലാവരും തന്നെ അവരുടെ ഏറ്റവും പ്രക്ഷോഭകരമായിട്ടുള്ള ഒരു നിരാശ, ഞാൻ ആ വാക്കുപയോഗിക്കുകയാണ്, അവരെ സംബന്ധിച്ചോളം പ്രക്ഷോഭകരമായ ഒരു നിരാശ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയായിരുന്നു. പ്രക്ഷോഭകരമായ നിരാശ എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ത്യൻ ഭരണകൂടത്തിൽ, അതായത് 150 വർഷക്കാലത്തെ കൊളോണിയൽ വിരുദ്ധമായ സമരങ്ങളിലൂടെ അതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിനും പൗരാവകാശത്തിനും തുല്യതയ്ക്കും വേണ്ടി നടന്ന സാമൂഹ്യ സമരങ്ങളുടെ, ജാതിവിരുദ്ധമായ സമരങ്ങളുടെ വളരെ തുടർച്ചയുള്ള ഒരു രാജ്യത്തിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഭരണഘടനാ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു റിപ്പബ്ലിക് നിലവിൽ വന്നതിന് ശേഷം ആ റിപ്പബ്ലിക്കിന് ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു അതോറിറ്റേറിയൻ ആയിട്ടൊരു സ്റ്റേറ്റായി എങ്ങനെ മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രധാനം. ഒരു വെൽഫെയർ അധിഷ്ഠിതമായ ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ അടിത്തറയിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുകയും ക്ഷേമരാഷ്ട്രത്തിൻ്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പല രീതിയിലുള്ള ക്ഷേമ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വികസനത്തിൻ്റെ തലത്തിൽ വന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റ് ആവാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇവരെ അഭിമുഖീകരിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിലൂടെ ജനാധിപത്യം സമൂഹത്തിലും ഭരണകൂടത്തെയും ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് മാത്രമേ വ്യക്തി എന്ന രീതിയിലും സമൂഹം എന്ന രീതിയിലും രാഷ്ട്രം എന്ന രീതിയിലും ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിയുന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് എന്നുള്ള ആ തിരിച്ചറിവിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇവരെ പിന്നീടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, പലപ്പോഴും അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ ഉൾപ്പെടെ, ഇദ്ദേഹത്തെ ഉൾപ്പെടെ, സലീംകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോഴും ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇവരെ ചിന്തയെ മൗലികമായി പരിവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് ഇത്രയേറെ അതോറിറ്റേറിയൻ കഴിയുമോ, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ അടിയന്തരാവസ്ഥയിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അത് പ്രാതിനിധ്യത്തിൽ അധിഷ്ഠിതമായൊരു ജനാധിപത്യമായിരുന്നില്ല എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ നമ്മൾ പറയും ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യമായ പ്രവണതയാണ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ പല പ്രശ്നങ്ങളുമാണ് എന്നതിനേക്കാൾ ഉപരിയായി പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ അധിഷ്ഠിതം അല്ലാത്ത, പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരിഗണിക്കാത്ത ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഏകാധിപത്യത്തിലേക്ക് പോകാമെന്നുള്ളതാണ്. അടിത്തട്ട് ജനതകൾ, ദളിതർ, ആദിവാസികൾ, കർഷകർ, ഗോത്രജന വിഭാഗങ്ങൾ, സമൂഹത്തിൽ പിന്നണികളായി പോയ ജനവിഭാഗങ്ങൾക്ക് ആനുപാതികവും മതിയായതുമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ജനാധിപത്യ ഭരണകൂടത്തിനും സമൂഹത്തിനും അതിജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും ഏകാധിപത്യത്തിലേക്ക് വഴി തുറക്കാം. കാരണം ഏകാധിപത്യം എപ്പോഴും അതിൻ്റെ പ്രായോജകർ, ഏകാധിപത്യം എന്ന് പറഞ്ഞൊരു ഭരണ വ്യവസ്ഥയാണോ, ഭരണകൂടത്തെ ഏകാധിപത്യ രീതിയിൽ ചലിപ്പിക്കുന്നതാണ്. അതാരാണ് ചലിപ്പിക്കുന്നത്? അത് പിന്നെ ഇന്ത്യയിലാണെങ്കിൽ നെഹ്റുവിയൻ കാലത്തുണ്ടായി വന്ന ബ്യൂറോക്രാറ്റുകളായിരുന്നു.
അറിയാമല്ലോ, ബ്യൂറോക്രസിയാണ്. ഇന്ത്യൻ ബ്യൂറോക്രസി ആയിരുന്നു. ബ്യൂറോക്രസി നിയന്ത്രിച്ച സാമൂഹ്യ വർഗ്ഗങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റിനെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സ്റ്റേറ്റിൽ വെൽഫെയറിസത്തിൻ്റെ ചില ഘടകങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ലാണ്. അപ്പോൾ പ്രാതിനിധ്യ പങ്കാളിത്ത ജനാധിപത്യമില്ലാതെ ഒരു സ്റ്റേറ്റിന് ജനാധിപത്യപരമായി പുനഃസംഘടിപ്പിക്കുവാനോ നിലനിൽക്കുവാനോ അതിജീവിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ഇവർ തിരിച്ചറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജനാധിപത്യത്തെയും പ്രാതിനിധ്യ ജനാധിപത്യത്തെയും മുൻനിർത്തി മാത്രമേ ഇവിടെ സൂചിപ്പിച്ച അടിത്തട്ട് ജനവിഭാഗങ്ങൾക്ക്, ഇവിടെ സൂചിപ്പിച്ച ദളിത്, ആദിവാസി, ഗോത്ര ജനവിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ചരിത്രപരമായ അവരുടെ അതിജീവനത്തിനും അവരുടെ സാമൂഹികമായിട്ടുള്ള നിലനിൽപ്പിനും ജനാധിപത്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. ആ ജനാധിപത്യത്തെ തത്വചിന്താപരമായും രാഷ്ട്രീയപരമായും എങ്ങനെ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് ചലിപ്പിക്കാമെന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ അഭിമുഖീകരിച്ച്, അദ്ദേഹം സലീം കുമാറിനെ പോലുള്ള ആളുകൾ അഭിമുഖീകരിച്ച ഒരു പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു ജനാധിപത്യ ചിന്തകനായി പരിവർത്തിക്കപ്പെടുന്നത്, ഒരു ജനാധിപത്യ ചിന്തകനായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നു. നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ അനുഭവത്തിൽ, അതിൻ്റെ പ്രായോഗികമായ അനുഭവത്തിൽ നമ്മൾ സ്വരാജിനെക്കുറിച്ചുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കാർ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്വരാജാണ്. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തുല്യതയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം പറഞ്ഞാൽ തുല്യതയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നീതിയാണ്. ഇപ്പം നീതിയും തുല്യതയും സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തെ നിർമ്മിച്ചുകൊണ്ട് മാത്രമേ ദളിതരും കീഴാളരും ഉൾപ്പെടുന്ന മനുഷ്യർക്ക് സമൂഹത്തിൽ തുല്യതയോടുകൂടി ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇവർക്ക് മാർക്സിസത്തെ, സോഷ്യലിസത്തെ ജനാധിപത്യപരമായി പുനർവിചിന്തനം നടത്തേണ്ടി വരും അങ്ങനെ വരുമ്പോൾ. അതുകൊണ്ട് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സോഷ്യലിസം? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ തുല്യതയാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ തുല്യത എന്നതിനേക്കാൾ ഉപരി തുല്യത എന്ന് പറയുന്ന സങ്കല്പമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം, സെക്കുലറിസം എന്നിവ ഒഴിവാക്കണമെന്ന് പറയുന്നു. അത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഏകാധിപത്യപരമായി ഭരണഘടനയിലേക്ക് ഉൾച്ചേർത്തതാണെന്നും ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഇങ്ങനെ ഒരു സങ്കല്പമേ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇച്ഛയുടെ അനുസരിച്ചല്ല സോഷ്യലിസം അല്ലെങ്കിൽ സെക്കുലറിസം എന്ന സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വന്നതെന്നും അത് ഏകാധിപതിയായിരുന്ന ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്താണെന്നാണല്ലോ ഇപ്പോഴത്തെ നറേറ്റീവ്സ്, പ്രത്യേകിച്ച് വലതുപക്ഷ ഹിന്ദുത്വവാദികൾ നറേറ്റീവ്സ് എന്നുള്ളതാണ്. സോഷ്യലിസത്തെക്കുറിച്ച് നമ്മൾ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമരം നടത്തി സോഷ്യലിസം നടപ്പാക്കുന്നോ എന്നതിനല്ല അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയിൽ തുല്യത എന്ന് പറയുന്ന ഒരു സങ്കല്പം നിലനിൽക്കുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു നോർമേറ്റീവ് കാറ്റഗറി എന്ന നിലയിൽ, ഒരു നോർമേറ്റീവ് കാറ്റഗറി എന്ന രീതിയിൽ മനുഷ്യരുടെ ആശയാഭിലാഷങ്ങൾക്ക്, സ്ത്രീകളുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ, കർഷകരുടെ, തൊഴിൽ സമൂഹങ്ങളുടെ, ആദിവാസികളുടെ, ദളിതരുടെ തങ്ങളുടെ അതിജീവനത്തിന് തുല്യത എന്ന് പറയുന്ന ഒരു സങ്കല്പം ഭരണഘടനാപരമായി അവരുടെ നൈതികവും അവരുടെ രാഷ്ട്രീയവുമായിട്ടുള്ള അതിജീവനത്തിന് അനിവാര്യമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ സോഷ്യലിസ്റ്റ് സമൂഹം പെടുന്നുണ്ടാവുമെന്നോ അതിനുള്ള രാഷ്ട്രീയ പദ്ധതികൾ ഉണ്ടാക്കണമെന്നോ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നതെന്നോ അല്ല. ഇന്ത്യൻ സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും എപ്പോഴും വ്യവഹരിക്കാവുന്ന ഒരു രാഷ്ട്രീയ സമ്പർക്കമായി നീതിയിൽ അധിഷ്ഠിതമായ തുല്യത, ഇക്വാളിറ്റി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ആണെന്നുള്ളത്. കേവലമായ ഇക്വാളിറ്റി അല്ല, സബ്സ്റ്റാൻറ്റീവ് ഇക്വാളിറ്റി എന്ന് പറയും. സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള ഗുണപരമായ തുല്യത എന്ന് പറയും. സമൂഹത്തിലെ ഗുണപരമായ തുല്യതയെ നിങ്ങൾക്ക് ഒരു സമ്പർക്കമായി അതിനെ മുൻനിർത്തിയാണ് നിങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടനയിൽ നിന്ന് തുല്യത എന്ന് പറഞ്ഞ സോഷ്യലിസം എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹികമായ സംവേദനങ്ങളിൽ നിന്നും രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ വ്യവഹാരങ്ങളിൽ നിന്നും തുല്യത എന്ന് പറയുന്ന ആ സങ്കല്പം ഭരണകൂടം തന്നെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ തുല്യതയും ജനാധിപത്യവും തമ്മിലുള്ള സംവാദങ്ങളിലൂടെയാണ് സമൂഹത്തിൽ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തെ പുനഃസംഘടിപ്പിക്കാൻ കഴിയുന്നുള്ള തത്വചിന്താപരമായ കാര്യങ്ങളാണ് ഇവരെ അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ തുല്യത, വാട്ട് ഈസ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്? എന്താണ് ഇക്വാളിറ്റി? അത് റാഡിക്കൽ ഇക്വാളിറ്റിയാണ്.
പരിവർത്തനാത്മകമായ തുല്യതയാണ്. ഞാൻ പറഞ്ഞു ഇഗാലിറ്റേറിയൻ ഡെമോക്രസി എന്ന് ഞാൻ പറഞ്ഞു. ഇഗാലിറ്റേറിയൻ സമതാ ജനാധിപത്യം എന്ന് പറയും, സമതയിലധിഷ്ഠിതമായ ജനാധിപത്യം. സമതയിലധിഷ്ഠിതമായ ജനാധിപത്യമാണെങ്കിൽ ആ ജനാധിപത്യം ഗുണപരമായും മാറണമെങ്കിൽ തുല്യതയെക്കുറിച്ചുള്ള നിരന്തരമായ സംവാദങ്ങളിലൂടെ മാത്രമേ, വ്യവഹാരങ്ങളിൽ മാത്രമേ നമുക്ക് അതിനെ ഗുണപരമായി മുന്നിട്ടെടുക്കാൻ കഴിയൂ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റാഡിക്കൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന സങ്കല്പം വേണം. ആ റാഡിക്കൽ ഇക്വാലിറ്റി മനസ്സിലായോ? റാഡിക്കലായ ഒരു ഇക്വാലിറ്റിയാണ്. റാഡിക്കൽ ഇക്വാലിറ്റി ഈസ് ബേസിക്കലി ആൻ അംബേദ്കറിയൻ നോഷൻ. അംബേദ്കറിൻ്റെ രാഷ്ട്രീയ സങ്കല്പങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റാഡിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ ഇക്വാലിറ്റി ആയിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ തുല്യത ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയവും ഭരണഘടനാപരവും ആയിട്ടുള്ള തത്വങ്ങൾ എന്ന നിലയിൽ ഈ റാഡിക്കൽ ഇക്വാലിറ്റിയെ ചലിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹത്തിൽ അത് ഇന്നും ഒരു ജനാധിപത്യ ചിന്തകൻ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ റാഡിക്കൽ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയിലുണ്ടല്ലോ ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമല്ലോ, തുല്യതയും തുല്യ അവസരവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ തുല്യ അവസരം ഭരണഘടനാപരമായും ഭരണകൂടത്തിൻ്റെ മുൻകൈയിലും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ അഫിർമേറ്റീവ് പോളിസീസ് എന്ന് പറയും. നമ്മൾ സംവരണം, പ്രാതിനിധ്യം എന്ന് പറയുന്ന കാര്യം ഇത് രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ അഫിർമേറ്റീവ് പോളിസി എന്ന് പറയുന്ന കാര്യം, പ്രാതിനിധ്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രാതിനിധ്യ ജനാധിപത്യവും റാഡിക്കൽ ഇക്വാലിറ്റിയും കൂടി ചേർന്ന ഒരു തത്വചിന്താപരവും രാഷ്ട്രീയവുമായ വിചാരങ്ങളെ എങ്ങനെ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട ഞാൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഈ പരിവർത്തനാത്മകമായ ജനാധിപത്യ സങ്കല്പത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ എങ്ങനെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അംബേദ്കറിൻ്റെ ചിന്തയിലേക്ക് ഇവരെത്തി, സലീം കുമാറിനെ പോലുള്ള ആളുകൾ അംബേദ്കർ ചിന്തയിലേക്ക് എത്തിച്ചേർന്നതും ഈ മാർക്സിസത്തിൽ നിന്ന് അംബേദ്കർ ചിന്തയിലേക്ക് മാറിയപ്പോഴും ഈ തുല്യതയും ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ, ചിന്തകളിൽ ഒരു മൗലികമായി എൻഗേജ് ചെയ്ത് അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അംബേദ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡെമോക്രസിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ, അത് ഒളേറിയൻ റോഡ്രിഗസ് എഡിറ്റ് ചെയ്ത ദ എസെൻഷ്യൽ റൈറ്റിംഗ്സ് ഓഫ് അംബേദ്കർ എന്ന് പറഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ അതേപോലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഗ്രേഡഡ് ഇനീക്വാളിറ്റിയാണ്. ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് ഒരു തരംതിരിച്ച അസമത്വത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ സ്വഭാവം. ഒന്ന്, അത് സെർവൈൽ ക്ലാസ്സായിട്ടും റൂളിംഗ് ക്ലാസ്സുമായിട്ടും ജനസമൂഹങ്ങളെ വേർതിരിക്കുന്നു എന്നാണ്. സെർവൈൽ ക്ലാസ് ആൻഡ് റൂളിംഗ് ക്ലാസ്. റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭരണവർഗം എന്ന് പറയാം. മറ്റൊന്ന് സെർവൈൽ ക്ലാസ്, ഭരണീയരെന്നോ അടിച്ചമർത്തപ്പെട്ടെന്നോ അടിത്തട്ട് മനുഷ്യരെന്നോ കീഴാളവൽക്കരിക്കപ്പെട്ട മനുഷ്യരെന്നോ എന്ന് പറയാം. അപ്പോൾ അംബേദ്കർ ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന സങ്കല്പം, ഇനീക്വാളിറ്റി എന്നും ഗ്രേഡഡ് ഇനീക്വാളിറ്റിയും പറയുക വഴി ഇന്ത്യയുടെ മൗലികമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഭൗതികമാണെന്നാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു മെറ്റീരിയലായുള്ള യാഥാർത്ഥ്യമാണ് ഗ്രേഡഡ് ഇനീക്വാളിറ്റി. തരംതിരിച്ച അസമത്വം ഒരു സങ്കല്പനാപരമായൊരു കാര്യമല്ല. സമൂഹത്തെ വിശകലനം ചെയ്യാൻ വേണ്ടി അംബേദ്കർ സാമൂഹികമായി, സോഷ്യോളജിക്കലായി, പൊളിറ്റിക്കലായി ഉണ്ടാക്കിയ ഒരു കൺസെപ്ച്വൽ കാറ്റഗറി മാത്രമല്ല ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. മറിച്ച് ഇന്ത്യയിലെ ജനസമൂഹങ്ങളെ സെർവൈൽ ക്ലാസ്സായിട്ടും അടിച്ചമർത്തപ്പെട്ടവരായിട്ടും ഭരണവർഗവുമായി മാറ്റിയിരിക്കുന്നു. അടിച്ചമർത്തപ്പെടുന്ന വർഗവും ഭരണവർഗവും ഹെറിഡിറ്ററി ആയി മാറിയിരിക്കുന്നു. നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ് ഈ ചരിത്രത്തിനെമ്പാടും ഹെറിഡിറ്ററി ആയി, പാരമ്പര്യമായി അവർ അടിച്ചമർത്തപ്പെടുന്നു. റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത്, മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത് പാരമ്പര്യമായ ഒരു മാസ്റ്റർ ക്ലാസ്സാണ്. എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്നതിനും ഭരിക്കുന്നതിനും ഭരണവർഗവും അടിച്ചമർത്തപ്പെടുന്ന വർഗവും അടിസ്ഥാനപരമായി പാരമ്പര്യമായി 2 സാമൂഹ്യ വർഗങ്ങളായി നിലനിൽക്കുന്നു എന്ന്. പാരമ്പര്യമായിട്ട് നിൽക്കുക. അതായത് അടിച്ചമർത്തപ്പെട്ടവർക്കിൽ നിന്നും ഭരണവർഗത്തിലേക്ക് ആരും വരുന്നില്ല, ഭരണവർഗത്തിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ട വർഗത്തിലേക്കും അടിസ്ഥാനപരമായി മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന സമൂഹങ്ങൾ ഭരണവർഗത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, ഞാൻ റൂളിംഗ് ക്ലാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഭരണവർഗത്തിൻ്റെ ഭാഗം, പരമ്പരാഗതമായ മാർക്സിസ്റ്റ് സംഘങ്ങളും ഭരണവർഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കുഴപ്പം പിടിച്ച സംഭവമാണ്. അതിലൊരിക്കലും ഭാഗമാക്കരുത്, ഭരണകൂടത്തിൽ പങ്കാളിയാവരുത് എന്നൊക്കെയാണല്ലോ പരമ്പരാഗതമായ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഭരണകൂടത്തിൽ പങ്കാളിത്തം ലഭിക്കുക വഴി, പങ്കാളിയായി മാത്രമേ സമൂഹത്തെയും രാഷ്ട്രത്തെയും പുനഃസംഘടിപ്പിച്ച് ജനാധിപത്യപരമായി പരിവർത്തിപ്പിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടിലേക്കാണ് സലീം കുമാറിനെ പോലുള്ള ആളുകൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ആൻഡ് ഓൾസോ ദി കോൺഫ്രണ്ടേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ്. അവിടെയാണ് ജാതിയും വർഗവും തമ്മിലുള്ള ഈ പാരസ്പര്യം, അതിന് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയും, ഒരു പാരസ്പര്യ ബന്ധം കിടക്കുന്നതാണ്. ഈ ബന്ധത്തെ അഴിച്ചു മനസ്സിലാക്കുകയും അതെങ്ങനെയാണ് പാരസ്പര്യപ്പെട്ട് ഘടനാപരമായും, ഒരു ഘടനാപരമായ അസമത്വ അവസ്ഥയിൽ രണ്ടും പാരസ്പര്യപ്പെട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു രീതി ആ രീതി തന്നെ അംബേദ്കറിൻ്റെ രീതിയാണ്. അംബേദ്കർ നെവർ അബാൻഡൻ ദി ക്വസ്റ്റ്യൻ ഓഫ് ക്ലാസ്. അംബേദ്കർ ഒരിക്കലും ക്ലാസ് എന്ന് പറയുന്ന സങ്കല്പത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിശകലനം എന്ന് പറയുന്നത്. ഗ്രേഡഡ് ഇനേക്വാളിറ്റി എന്ന് പറയുക വഴി നിങ്ങൾ ഭരണവർഗവും ഭരിക്കപ്പെടുന്ന വർഗവുമായി ഇന്ത്യൻ സമൂഹം വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്നും അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് ഇതുവരെ ഭരണവർഗത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ജനാധിപത്യപരമായ ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ക്വസ്റ്റ്യനാണ്. ഇതൊരു ജനാധിപത്യപരമായ പ്രോബ്ലമായിട്ടാണ് അംബേദ്കർ ഉന്നയിക്കുന്നുള്ളതാണ്. അവിടെയാണ് അദ്ദേഹം പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നത്, പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വരുന്ന ഭരണകൂടത്തിൻ്റെ ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഔദാര്യമല്ല. പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ, ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ, വെൽഫെയർ ഡേസിൻ്റെ ഡെവലപ്മെൻ്റൽ ക്വസ്റ്റ്യൻ അല്ല പ്രാതിനിധ്യം. വികസനത്തിൻ്റെ പ്രശ്നമല്ല. വികസനം നടന്നാലും നടന്നില്ലെങ്കിലും, മനസ്സിലായോ, ഭരണകൂട എക്കാലം എന്നുവരെ ഉണ്ടോ അന്നുവരെ പ്രാതിനിധ്യം വേണമെന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. എല്ലാ ജനവിഭാഗങ്ങൾക്കും, അത് അടിച്ചമർത്തപ്പെട്ടവർക്കും, സ്ത്രീകൾക്കും, ദളിതർക്കും, ആദിവാസികൾക്കും മതിയായതും, മനസ്സിലായില്ല, അഡിക്വേറ്റ് ആൻഡ് പ്രപ്പോർഷനേറ്റ്, മതിയായതും ജനസംഖ്യാനുപാതികവുമായിട്ടുള്ള പ്രാതിനിധ്യം ഈ ഭരണകൂടം എന്ന് നിലനിൽക്കുന്നോ, ഭരണകൂടം എന്ന് കൊഴിഞ്ഞു പോകുന്നു അന്ന് വരെ, ഇല്ലാതാവുന്നു അന്ന് വരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റിനെ, ഭരണകൂടത്തെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് മാത്രമേ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ഇനി പ്രാതിനിധ്യത്തിലൂടെ മാത്രമേ ഈ ഭരണകൂടത്തെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഭരണകൂടത്തെ ജനാധിപത്യവൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ദളിതർ എന്ന് പറയുന്ന, ആദിവാസികൾ എന്ന് പറയുന്ന, ഈ സർവൈൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളെ ഈ ജനാധിപത്യ പ്രക്രിയയിലേക്ക്, രാഷ്ട്രീയ പ്രക്രിയയിലേക്ക്, പ്രാതിനിധ്യ പ്രക്രിയയിലേക്ക് എങ്ങനെ ഉൾച്ചേർക്കാം എന്നുള്ളതാണ്. ജാതികളായിട്ടാണ് അവർ ഉൾച്ചേർക്കേണ്ടത്, സമുദായമായിട്ടാണ് ഉൾച്ചേർക്കേണ്ടത് എന്നുള്ളതാണ്. ഭരണകൂടം എപ്പോഴും ഇവരെ ജാതികളായി മാത്രം ഉൾച്ചേർക്കുന്നു എന്നുള്ളതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതായിട്ട് ഉൾച്ചേർക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് ഒരു ജനത എന്ന രീതിയിൽ, ഒരു സർവൈൽ ക്ലാസ് എന്നറിയാം, അംബേദ്കറിൻ്റെ ഭാഷയിലാട്ടോ ഞാൻ പറയുന്നത്, എന്ന രീതിയിലാണെങ്കിൽ ഇവരെ സമുദായവൽക്കരിച്ചുകൊണ്ട് മാത്രമേ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇവരെയൊക്കെ ഒരു വിപ്ലവകരമായ ശക്തിയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. സമുദായവൽക്കരണ പ്രക്രിയയാണ്. അതാണ് സലീം കുമാർ എൻഗേജ് ചെയ്തൊരു പ്രധാനപ്പെട്ട താത്വികവും പ്രായോഗികമായ ഒരു പ്രശ്നം. സമുദായവൽക്കരണ പ്രക്രിയയിലാണ് ഇവർ താത്വികവും പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നമായി കിടക്കുന്നുള്ളത്. കമ്മ്യൂണിറ്റി എന്ന് പറയും. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ സമൂഹത്തിലും രാഷ്ട്രത്തിലും സമുദായങ്ങളും, അല്ലെങ്കിൽ ജാതിയുടെ ഉള്ളിലോ, വ്യത്യസ്ത ജാതി സമുദായങ്ങൾക്കുള്ളിൽ തന്നെയും, ദളിതരാണെങ്കിൽ ആദിവാസികളുടെ ഇടയിൽ തന്നെ, ആ സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഇൻ്റർസെക്ഷണലായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള തന്നെ ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ ദളിതർക്കൊരു സമുദായമായി മാറാൻ പറ്റുള്ളൂ. ദളിതർക്കൊരു സമുദായം മാറണമെങ്കിൽ അവർ വലിയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ നടക്കണം എന്നുള്ളതാണ്. ആ പ്രക്രിയയിലൂടെ മാത്രമാണ് അത് കമ്മ്യൂണിറ്റി ഉള്ളിൽ മാത്രം നടക്കുമെന്ന് മാത്രമല്ല, മറ്റ് സമുദായങ്ങളും മറ്റ് സാമൂഹ്യ ശക്തികളുമായിട്ടുള്ള, സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളുമായിട്ടുള്ള നിരന്തരമായ ഇഗാലിറ്റേറിയൻ ഡെമോക്രാറ്റിക് നോഷൻസ് വെച്ചുള്ള സംവാദാത്മകമായ ജീവിതത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ സാധാരണ ഭരണഘടനയെ പറയാറില്ല, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സങ്കല്പം, സാഹോദര്യം എന്നൊരു സങ്കല്പം വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന എന്താണ്,
മതേതരത്വം എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ, മതേതരത്വം, സെക്കുലാരിസം. അക്കോർഡിംഗ് ടു അംബേദ്കറിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതും മതേതരത്വം എന്ന് പറയുന്നതും മൈത്രിയാണ്. മൈത്രി എന്ന സങ്കല്പത്തിലാണ്. അപ്പോൾ ഇവിടെ സംഘപരിവാർ പറയാറുണ്ട് സോഷ്യലിസം പാശ്ചാത്യമാണ്, സെക്കുലറിസം പാശ്ചാത്യമാണെന്ന സങ്കല്പത്തിലാണല്ലോ ഇവിടെ അതിനെ പറയുന്നത്. അതിനോടുള്ള അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. പക്ഷേ സെക്കുലറിസം എന്ന് പറയുന്ന സങ്കല്പം മൈത്രിയാണ്. മൈത്രിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാഹോദര്യത്തെ നിർവചിക്കാൻ കഴിയുള്ളൂ ഇന്ത്യൻ അവസ്ഥയിൽ. അല്ലെങ്കിൽ ഒരു സാമുദായിക മതജാതി വിഭാഗങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മൈത്രി എന്ന സങ്കല്പത്തിലൂടെ മാത്രമേ ജനങ്ങളെ ജനാധിപത്യത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ, സാഹോദര്യം വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ മതേതര സങ്കല്പത്തെ നമുക്ക് വിപുലപ്പെടുത്താൻ കഴിയുന്നുള്ളതാണ്. അപ്പം മൈത്രി ബോധം കൊണ്ട് മാത്രമേ സമുദായവൽക്കരിക്കാൻ പറ്റുള്ളൂ. ദളിത് സമുദായം എന്ന് പറഞ്ഞാൽ ജനാധിപത്യവൽക്കരിക്കുന്ന പ്രക്രിയയിലൂടെയാണ് ദളിത് സമുദായം രൂപപ്പെടുന്നത്. പൊളിറ്റിക്കൽ കാറ്റഗറി എന്ന രീതിയിലാട്ടോ ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയ സമ്പർക്കം, ഒരാശയം എന്ന രീതിയിൽ, രാഷ്ട്രീയ സമ്പർക്കം എന്ന രീതിയിൽ ദളിത് സമുദായവൽക്കരണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രക്രിയയാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. അതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ മൈത്രി എന്ന സങ്കല്പമാണ്. അങ്ങനെ വരുമ്പോൾ ദളിത് സമുദായത്തെ ജനാധിപത്യവൽക്കരിക്കുന്നെങ്കിൽ അത് ജനാധിപത്യവൽക്കരണ പ്രക്രിയ വികസിച്ചു വരികയും അത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ദളിതർ സമുദായമായി മാറുന്നതെന്ന് പറഞ്ഞു. ദളിതർ ഒരു രാഷ്ട്രീയ സമുദായമായി മാറുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്, പ്രാതിനിധ്യ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിന് 3 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഈ പ്രാതിനിധ്യ ജനാധിപത്യ പ്രക്രിയയും ദളിതരുടെ സമുദായവൽക്കരണവുമാണ്. ഒന്ന്, അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധികാരത്തിൽ പങ്കാളിത്തം എന്ന് പറയുന്ന സങ്കല്പമാണ്. അധികാരത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ദളിതരെ സംബന്ധിച്ചോളം അവർക്കൊരു സമുദായികമായി വികസിക്കുവാനും അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തെ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമൂഹ്യ ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി പരിവർത്തിക്കപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പങ്കാളിത്ത വികസനം എന്ന് പറയും, വിഭവങ്ങളിലുള്ള പങ്കാളിത്തം. ഇത് ഞാൻ പറയാൻ കാരണം രണ്ടാമത്തെ കാര്യമായി ഗ്രേഡഡ് ഇനേക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള തരംതിരിച്ച അസമത്വത്തിൻ്റെ രണ്ടാമത്തെ സ്വഭാവ സവിശേഷതയായി അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വിഭവങ്ങളിൽ നിന്ന്, റിസോഴ്സസിൽ നിന്ന്, ക്യാപിറ്റലിൽ നിന്ന്, മൂലധനങ്ങളിൽ നിന്നും റിസോഴ്സുകളും കീഴാള ജാതി വിഭാഗങ്ങൾക്ക് നിരോധിക്കുക എന്നുള്ളതാണ് ഗ്രേഡഡ് ഇനേക്വാളിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം. തരംതിരിച്ച അസമത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം അടിച്ചമർത്തപ്പെട്ട സർവെയിൽ ക്ലാസ് ആയിട്ടുള്ള ഐത്തജാതി ജനവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന അടിയാള ജനവിഭാഗങ്ങൾക്ക് വിഭവങ്ങളും മൂലധനങ്ങളും ചരിത്രപരമായി നിരോധിക്കപ്പെടുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ തരംതിരിച്ച അസമത്വത്തിൻ്റെ ഒരു സ്വഭാവം. മറ്റൊന്ന് അധികാരത്തിൽ പങ്കാളിത്തമില്ലാതിരിക്കുന്നതാണ് തരംതിരിച്ച അസമത്വത്തിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം വിജ്ഞാനത്തിൽ നിന്ന്, അദ്ദേഹം എഡ്യൂക്കേഷൻ എന്ന വിപുലമായ അർത്ഥത്തിനാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിജ്ഞാന ഉൽപാദനം കൂടിയാണ്. വിജ്ഞാന നിർമ്മിതിയിൽ പങ്കാളിത്തമില്ലാതെ പുറന്തള്ളുക എന്നുള്ളതാണ്, അടിത്തട്ട് ജനവിഭാഗങ്ങളെ പുറന്തള്ളുക എന്നുള്ളതാണ് തരംതിരിച്ച അസമത്വത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ദളിതരുടെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു സമുദായവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിലൂടെ വിഭവവും മൂലധനങ്ങളും വിദ്യാഭ്യാസവും ജ്ഞാനനിർമ്മിതിയും പങ്കാളിത്തം കിട്ടുന്ന ഒരധികാര പങ്കാളിത്ത പ്രക്രിയയിലൂടെയാണ് അത് മുന്നോട്ട് പോവുകയുള്ളൂ, അത് വികസിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോഴാണ് നീതി എന്ന് പറയുന്ന സങ്കല്പം, ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘം, നീതി എന്ന് പറയുന്ന ഒരു കാര്യം ജനാധിപത്യപരമായി സാമൂഹികവൽക്കരിക്കുകയുള്ളൂ. നീതി ഒരു സങ്കല്പമായി നിലനിൽക്കുകയല്ല, സമൂഹത്തിൽ അത് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു നീതി ഒരു സാമൂഹികവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയായി മാറണമെങ്കിൽ ഈ അധികാര പങ്കാളിത്തം വേണം. വിജ്ഞാന ഉൽപാദനത്തിലും വിഭവ പങ്കാളിത്തത്തിലും അധികാരത്തിലും പങ്കാളിത്തം വേണം. എങ്കിൽ മാത്രമേ നീതിപൂർവമായൊരു ജനാധിപത്യമായി മാറ്റും. ആ നീതിപൂർവമായ ജനാധിപത്യത്തെ താത്വികമായി പ്രായോഗികമായി അഭിമുഖീകരിക്കാനാണ് യഥാർത്ഥത്തിൽ സലീം കുമാർ ശ്രമിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഈ ഭരണകൂടമാണല്ലോ യഥാർത്ഥത്തിൽ
ഭരണകൂടവുമായിട്ടാണല്ലോ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണകൂടവുമായിട്ടാണ് നമ്മൾ വേറെ രീതിയിൽ എൻഗേജ് ചെയ്യുന്നതാണ്. എന്താണ് ഈ ഭരണകൂടത്തെയും സമൂഹത്തെയും സ്വഭാവവൽക്കരിച്ച അടിസ്ഥാനപരമായ ആശയവ്യവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. അംബേദ്കർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറാണെന്നാണ്. ഒരു ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറാണ്. ആ ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറിനെ പരമ്പരാഗതമായി പ്രാചീന മധ്യകാല സമൂഹങ്ങളിൽ സാധൂകരിക്കുന്നതും അതിനെ നിലനിർത്തിയതുമായിട്ടുള്ള ആശയാധികാര വ്യവസ്ഥ, അതിൻ്റെ സാംസ്കാരികമായ വ്യവസ്ഥ, അതിൻ്റെ ബൗദ്ധികമായിട്ടുള്ള രൂപങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ സാഹിത്യ രൂപങ്ങളായിരുന്നു. ഒരു വശത്ത് അംബേദ്കർ പറയുന്നത് ബ്രാഹ്മണിക്കൽ ലിറ്ററേച്ചർ എന്ന് അംബേദ്കർ പറയുന്ന കാര്യമുണ്ട്. അതിന് ഇതിൽ ധർമ്മശാസ്ത്ര ക്രമങ്ങളായിരുന്നു. അതിൻ്റെ സാമൂഹികവും അതിൻ്റെ നൈതികവുമായി, നൈതികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീതിശാസ്ത്രങ്ങളായിരുന്നു. ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയും. അതായിരുന്നു ഇന്ത്യയിലെ സാമൂഹിക നിയമങ്ങൾ, അതായിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ നിയമങ്ങൾ. ആ നിയമങ്ങളെ മാറ്റമില്ലാത്തതായി, അതിനെ സ്വാഭാവികമായി കാണുന്ന, അതിന് നേച്ചുറലായി കാണുന്ന, പ്രകൃത്യാലുള്ളതായി കാണുന്ന ഒരു സങ്കല്പമാണ് സനാതനം എന്ന് പറയുന്നത്. അസമത്വബദ്ധമായിട്ടുള്ളൊരു സാമൂഹിക ക്രമത്തെ, ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യ ക്രമത്തെ സ്വാഭാവികവും അത് പ്രകൃത്യാലുള്ളതും അത് മാറ്റം വരാൻ പാടില്ലാത്തതുമായി കാണുന്ന ഒരാശയാധികാര വ്യവസ്ഥ സാംസ്കാരികമായി മതപരമായി ഇന്ത്യക്കാരുടെ സാമൂഹ്യ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ക്രമപ്പെടുത്തുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നു. ചരിത്ര ഭൂതകാലങ്ങളും ഇന്ന് നമ്മുടെ സമകാലിക വർത്തമാനത്തിലും ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയ ഇതാണ് ഈ പറയുന്ന എന്താണ് ഈ സനാതനം. ഈ സനാതനത്തിനെതിരെയുള്ള സമരമായിരുന്നു അംബേദ്കർ ആദ്യം മനുസ്മൃതി കത്തിച്ചതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലായി? അപ്പം എന്തുകൊണ്ട് സലീം കുമാർ മനുസ്മൃതി കത്തിച്ചു എന്ന് ചോദിച്ചാൽ മനസ്സിലായോ, അത് ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു. അംബേദ്കർ തുടങ്ങി വെച്ചൊരു വിപ്ലവമാണ് യഥാർത്ഥത്തിൽ. ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള ഒരു വിപ്ലവമാണ്. അതിൻ്റെ കാരണം ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഇന്നത്തെ നമ്മളൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് രൂപപ്പെടുത്തി, അത് ആദ്യം ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റാണ് നമ്മുടെ ആശയം എന്നുള്ള, ജനാധിപത്യപരമാണ് നമ്മുടെ അടിസ്ഥാനപരമായ സങ്കല്പം എന്ന് പറയുമ്പോൾ പോലും ഭരണകൂടത്തിലും സമൂഹത്തിലും ചൂഴ്ന്നു നിൽക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ആശയാവലി ബ്രാഹ്മണിസമാണെന്നുള്ളതാണ്. ആ ബ്രാഹ്മണിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്ത എന്നോ പ്രയോഗമെന്നോ നീതിശാസ്ത്രം എന്ന് പറയുന്ന മനുസ്മൃതി കത്തിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസമാണ് അടിസ്ഥാനപരമായി ഇന്ത്യയിലെ കോയ്മ പ്രത്യയശാസ്ത്രം എന്ന് തിരിച്ചറിയും. അതിൻ്റെ താത്വികമായ അടിത്തറയെ വിസ്ഫോടനാത്മകമായി അതിനെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന രീതിയിലാണ് ഈ മനുസ്മൃതി കത്തിക്കുന്നത്. അത് ഈ സിംബോളിക് ആക്ട് ആണെങ്കിൽ പോലും ഇന്നത് ആ കത്തിച്ച സമയത്തൊക്കെ പലരും പല അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ പോലും ഇന്ന് ആ മനുസ്മൃതി കത്തിച്ച് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ആശയം. കാരണം ഇന്ത്യൻ ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടം അതിൻ്റെ എവരിഡേ റൂളിംഗ് പ്രാക്ടീസിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ എവരിഡേ പോളിസി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഈ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഇന്നത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നയപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥയെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് മനുസ്മൃതി കത്തിച്ചതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യം ഉണ്ടാകുന്നതാണ്. മനുസ്മൃതി കത്തിക്കുവാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അംബേദ്കറാണ് ശരിയെന്ന് അതിൻ്റെ അർത്ഥം. അംബേദ്കറാണ് ശരിയെന്ന് പറയുന്നതാണ് അർത്ഥം. മനസ്സിലായി? അപ്പോൾ ആ ഒരു പ്രവൃത്തി വഴി ഇന്ത്യയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ദളിത് സമുദായവൽക്കരണ പ്രക്രിയയിലും ദളിത് ബൗദ്ധിക രാഷ്ട്രീയ പ്രക്രിയയിൽ ഏർപ്പെടുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്നെടുക്കേണ്ട നിലപാട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്. ഒന്ന്, ബ്രാഹ്മണിസമാണോ ഇന്നിവിടുത്തെ ഒരു കോയ്മ പ്രത്യയശാസ്ത്രം, അടിച്ചമർത്തുന്ന പ്രത്യയശാസ്ത്രം ബ്രാഹ്മണിസമാണോ? ആ ബ്രാഹ്മണിസത്തെ ഒരു ഭരണകൂട നയമായി മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം എന്ന് പറഞ്ഞ ആശയം, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐഡിയോളജി എന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നത്. അപ്പോൾ അതിനെതിരായി നടക്കുന്ന സമരങ്ങളുണ്ട്. അതിൽ പല ആളുകൾ, സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, ഡെമോക്രാറ്റിക് ഫോഴ്സസുകളുണ്ട് എന്നുള്ളതാണ്. ഈ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരായി, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിനെതിരായി നടക്കുന്ന സമരങ്ങളിൽ, നടക്കുന്ന പൊളിറ്റിക്കൽ മുന്നേറ്റങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമേ
ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഒരു ജനാധിപത്യ സമൂഹമായി വികസിക്കാനും ജനാധിപത്യത്തെ മുന്നോട്ട് ചലിപ്പിക്കാനും കഴിയൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ വരുമ്പോഴാണ് ദളിതർ, ദ യൂണിറ്റി ഓഫ് ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ദളിത് സമുദായങ്ങൾക്കും ആദിവാസി സമൂഹങ്ങളുടെ ഇടയിൽ നടക്കേണ്ട യൂണിറ്റി. പല സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഏകീകരിപ്പിക്കുന്ന ആശയം എന്താണെന്നുള്ളതാണ്. ഏകീകരിപ്പിക്കേണ്ട ഒരു ആശയമുണ്ടല്ലോ, യൂണിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സമകാലീനമായ ഒരു അന്തരീക്ഷത്തിൽ ഒന്ന് അംബേദ്കറിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ ചിന്തയും ഒരു ജനാധിപത്യപരമായ സമൂഹത്തെ പുനർനിർമ്മിക്കുവാനും മുന്നോട്ട് ചലിപ്പിക്കുവാനുള്ള ഒരു തലമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രവും അത് ഒരു ദൈനംദിന പ്രശ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ബേസായിട്ട് മാത്രം നിൽക്കുന്ന, അതായത് ഉപജാതിയായിട്ടോ ജാതീയപരമായ ഐഡൻറ്റിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സ്വത്വവാദ രാഷ്ട്രീയം കൊണ്ട് നമുക്ക് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സലീം കുമാറിനെ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ജീവിതവുമായി എൻഗേജ് ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഈ പ്രശ്നങ്ങളെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു മൗലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നത്തെ മുന്നോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.